പ്രിയപ്പെട്ട കുട്ടികളെ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റിലേറ്റീവ് വെലോസിറ്റിയാണ്. റിലേറ്റീവ് വെലോസിറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഒരുപാട് അപ്ലിക്കേഷൻസ് ഉള്ളതാണ്. നമുക്ക് കൂടുതൽ പ്രോബ്ലത്തിലൂടെയാണ് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ. ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു എനി അതർ ബോഡി എന്നാണ്. ഞാൻ ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് നിങ്ങളോട് സംസാരിച്ചിരുന്നു. എനിക്ക് ഒരു ബോഡി നല്ല സ്പീഡിൽ പോകുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ ബോഡി അതേ സമയത്ത് സ്പീഡിൽ പോകാത്തതായിട്ട് തോന്നാനുള്ള അവസരമുണ്ട് അല്ലേ? നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എക്സാമ്പിളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ ബസ് നല്ല സ്പീഡിൽ പോവുകയാണ്. നമ്മളെ ബസ്സിൽ മുമ്പത്തെ സീറ്റിൽ നമുക്ക് 2 സീറ്റ് മുമ്പിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തിലാണ്? റെസ്റ്റിലാണ്. നേരെ മറിച്ച് ബസ്സിന് പുറത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഹൈ സ്പീഡിൽ ബസ്സിൻ്റെ അതേ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഓപ്പോസിറ്റിൽ വേറെ ബസ് വരുന്നുണ്ടെങ്കിൽ ആ ബസ്സിലുള്ള ഒരാൾ നമ്മളെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അയാളെ നോക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അയാൾക്ക് ഹൈ സ്പീഡാണ് ഫീൽ ചെയ്യുക. എന്നാൽ നമ്മളെ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാണ് വേറൊരു ബസ്സെങ്കിൽ ആ ഓവർടേക്ക് ചെയ്യുന്ന ബസ്സിൻ്റെ ഉള്ളിലുള്ള ഒരാൾ ഇദ്ദേഹത്തെ നോക്കുമ്പോൾ തോന്നുന്ന സ്പീഡ് ഒക്കെ ഡിഫറെൻ്റാണ്. അപ്പോൾ അതാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആപേക്ഷിക പ്രവേഗം. അതായത് ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്റ്റ് ടു എന്നാണ് കേട്ടോ. W.R.T നമ്മൾ എഴുതുന്നത് വിത്ത് റെസ്പെക്റ്റ് ടു, ഒന്നിനെ അപേക്ഷിച്ച് എനി അതർ ബോഡി. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് ദ വെലോസിറ്റി ഓഫ് എ ആസ് സീൻ ബൈ ബി. എന്ന് വെച്ചാൽ എന്താ? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എയുടെ വെലോസിറ്റി ബി നോക്കുമ്പോൾ ബിക്ക് എന്തായിട്ടാണോ അനുഭവപ്പെടുന്നത് അതിനെയാണ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് വിളിക്കുന്നത്. എന്നാൽ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു സി വേറൊരു സാധനമായിരിക്കും. ഇതും വെലോസിറ്റി ഓഫ് എ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആര് നോക്കുമ്പോൾ? സി നോക്കുമ്പോൾ എക്കുള്ളതായിട്ട് സിക്ക് തോന്നുന്ന വെലോസിറ്റിയാണ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു സി. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഓഫ് എയുടെ വെലോസിറ്റി ആര് നോക്കുമ്പോൾ? ബി നോക്കുമ്പോൾ എക്ക് എന്ത് വെലോസിറ്റി ആണോ തോന്നുന്നത് അതാണ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് റിലേറ്റീവ് വെലോസിറ്റി. ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു എനി അതർ ബോഡി. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ബോഡി വേറൊരാൾ നോക്കുമ്പോൾ അയാൾക്ക് തോന്നുന്നത് എങ്ങനെയാണ്? ഇനി നമുക്ക് 2 ഡയമെൻഷണൽ മോഷനിൽ റിലേറ്റീവ് വെലോസിറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ 1 ഡയമെൻഷണൽ മോഷനിൽ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ ബോഡി അല്ലെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു എനി അതർ ബോഡി. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് ദ വെലോസിറ്റി ഓഫ് എ ആസ് സീൻ ബൈ ബി. ഓക്കെ, ഇനി നോക്കൂ, ലെറ്റ് വി എ ആൻഡ് വി ബി റെപ്രസെൻറ്റ് ദ വെലോസിറ്റീസ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഓഫ് 2 ഒബ്ജെക്ട്സ് എ ആൻഡ് ബി. എ ആൻഡ് ബി, അതായത് എയുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അപ്പോൾ ഗ്രൗണ്ട് നമുക്ക് റെസ്റ്റിലായിട്ട് നമ്മൾ പരിഗണിച്ചുകൊണ്ട് എയുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് വി എ, ബിയുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് വി ബി. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് വി എ മൈനസ് വി ബി ആണ്. എപ്പോൾ? വെൻ എ ആൻഡ് ബി ആർ മൂവിങ് അലോങ് ദ സെയിം ഡിറക്ഷൻ. എയും ബിയും ഒരേ ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ റിലേറ്റീവ് വെലോസിറ്റി കാണാൻ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി? വി എ മൈനസ് വി ബി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. എന്നാൽ അതേ റിലേറ്റീവ് വെലോസിറ്റിക്ക് തന്നെ വി എ പ്ലസ് വി ബി എന്നാണ് നമ്മൾ ഉപയോഗിക്കുക വെൻ ദേ ആർ മൂവിങ് അലോങ് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. മനസ്സിലായല്ലോ? ആ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഈക്വൽ ടു വി എ മൈനസ് വി ബി. ഇതെപ്പോഴാണ്? ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ പോകുന്ന സമയത്ത്, സെയിം ഡിറക്ഷനിൽ പോകുന്ന സമയത്ത്, സെയിം ഡിറക്ഷനിലാണ് എയും ബിയും മൂവ് ചെയ്യുന്നതെങ്കിൽ, കാരണം 1 ഡയമെൻഷൻ മോഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഐദർ അലോങ് സെയിം ഡിറക്ഷൻ ഓർ അലോങ് ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഈ 2 ചോയ്സ് നമ്മളെ കയ്യിലുള്ളൂ. അപ്പോൾ വി എ ബി സെയിൽ വി എ മൈനസ് വി ബി വെൻ ദേ ആർ മൂവിങ് അലോങ് ദ സെയിം ഡിറക്ഷൻ ആൻഡ് വി എ ബി ഇസ് ഈക്വൽ ടു വി എ പ്ലസ് വി ബി. എപ്പോൾ? ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. വി എ പ്ലസ് വി ബി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം.
ഇനി റിലേറ്റീവ് വെലോസിറ്റിയുടെ അപ്ലിക്കേഷൻസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. നമ്മൾ അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. റിലേറ്റീവ് വെലോസിറ്റി ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ രൂപത്തിലാണ്. അപ്പോൾ ഇത് വെറും ക്വസ്റ്റ്യനായിട്ടല്ല നിങ്ങളിത് കാണേണ്ടത്. ഇത് റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്. A 210 meter long train is moving due north at a speed 25 meter per second. നോർത്തിലേക്കാണ് ട്രെയിൻ മൂവ് ചെയ്യുന്നത്. എ സ്മോൾ ബേർഡ് ഈസ് ഫ്ലൈങ് ഡ്യൂ സൗത്ത്. അത് സൗത്തിലേക്കാണ് ബേർഡ് വരുന്നത്. എന്ന് വെച്ചാൽ ഒരാൾ നോർത്തിലേക്ക് മറ്റേ ആൾ സൗത്തിലേക്ക്. അപ്പോൾ ഓപ്പോസിറ്റ് ഡിറക്ഷനാണ്. നമുക്ക് അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. സെയിം ഡിറക്ഷനാണോ ഓപ്പോസിറ്റ് ഡിറക്ഷനാണോ എന്ന് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അപ്പോൾ നോക്കൂ, ഇത് ട്രെയിൻ. അപ്പോൾ ട്രെയിൻ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. നോർത്ത് സൗത്ത് അതിനെപ്പറ്റി നമുക്ക് ഓപ്പോസിറ്റ് എന്നുള്ള ഇമ്പോർട്ടൻസ് ഉള്ളൂ. ആ ട്രെയിൻ മൂവ് ചെയ്യുന്ന സ്പീഡ് നോക്കൂ 25 മീറ്റർ പെർ സെക്കൻഡാണ്. 25 മീറ്റർ പെർ സെക്കൻഡ്. ബേർഡ് ഈസ് ഫ്ലൈങ് ഡ്യൂ സൗത്ത്. അപ്പോൾ നോക്കൂ, ബേർഡ് നോക്കുക ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു വിത്ത് സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ ബേർഡ് ടു ക്രോസ് ദ ട്രെയിൻ? ആ ട്രെയിൻ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ എത്ര ടൈം എടുക്കും ബേർഡിന് എന്നാണ് ചോദ്യം. മനസ്സിലായോ? അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സമയത്ത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ സത്യത്തിൽ അത്യാവശ്യം നല്ല കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യനാണ്. അതിനെ കൺസെപ്ച്വലി നിങ്ങൾ അപ്രോച്ച് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. യഥാർത്ഥത്തിൽ ഈ ബേർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ട്രെയിനിൻ്റെ ലെങ്തായ 210 മീറ്റർ ട്രാവൽ ചെയ്താൽ മതി അല്ലേ? പക്ഷേ ഇത് നിർത്തിയിട്ട ട്രെയിൻ ആയിരുന്നെങ്കിൽ ഈ 210 മീറ്റർ ഈ ബേർഡിന് ഫ്ലൈ ചെയ്താൽ ട്രെയിനിനെ ക്രോസ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താ പ്രശ്നം? ബേർഡ് ഇങ്ങോട്ട് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടല്ല, ട്രെയിൻ ഇങ്ങോട്ടും കൂടി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിവിടെ നിർത്തിയിട്ടിട്ട് ഇയാൾ മാത്രം അങ്ങനെ പോവുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. പക്ഷേ ഇതിങ്ങനെ വരുന്ന സമയത്ത് ഇയാൾ അങ്ങോട്ടും കൂടി പോകുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ക്വസ്റ്റ്യൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി. അവിടെയാണ് റിലേറ്റീവ് വെലോസിറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നന്നായിട്ട് മനസ്സിലാക്കണത്. എന്താ റിലേറ്റീവ് വെലോസിറ്റി പറയുന്നത് അറിയവിടെ? നമ്മൾ രണ്ടാളും കൂടി ഇങ്ങനെ മൂവ് ചെയ്താൽ സംഭവം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടാളും മൂവ് ചെയ്യേണ്ട. ഒരാളെ നിങ്ങൾ നിർത്തിയിട്ടതായിട്ട് അസ്യൂം ചെയ്യുക. അങ്ങനെ നിർത്തിയിടാത്ത സാധനത്തിന് നിർത്തിയിട്ടതായിട്ട് റെസ്റ്റിലാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ബട്ട് പ്രൊവൈഡഡ് പിന്നെ നിങ്ങൾ രണ്ടാമത്തെ ആൾക്കാൾ ആക്ച്വൽ വെലോസിറ്റി കൊടുക്കരുത്. പിന്നെ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അയാൾ വിത്ത് റെസ്പെക്ട് ടു നിർത്തിയിട്ട് ആൾ കൊടുക്കണം. ഉദാഹരണത്തിന് നോക്കൂ, ഞാനിവിടെ പറയുന്നു, ഞാൻ ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കാണിക്കുന്നത്. ലെറ്റസ് അസ്യൂം ദ ട്രെയിൻ ഈസ് അറ്റ് റെസ്റ്റ്. അല്ലേ, ട്രെയിൻ മൂവ് ചെയ്യുന്നതാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ട്രെയിൻ ഈസ് അറ്റ് റെസ്റ്റ്. ട്രെയിനിനെ നമ്മൾ റെസ്റ്റിലായിട്ട് അസ്യൂം ചെയ്യാം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്താ കണ്ടീഷൻ പറയാം. ട്രെയിൻ റെസ്റ്റിലാണെങ്കിൽ നമ്മൾ പ്രശ്നം തീർന്നില്ല. നോക്ക്, പിന്നെ ബേർഡിനെ സംബന്ധിച്ചിടത്തോളം നിർത്തിയിട്ട ട്രെയിനാണ്. ഈ 210 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ ഇതിനെ ക്രോസ് ചെയ്യൽ എന്നുള്ള പ്രോസസ്സ് കഴിയും. പക്ഷേ പിന്നെ ആ സമയത്ത് നിങ്ങൾ എന്ത് കൊടുക്കാൻ പാടില്ല? ബേർഡിൻ്റെ ആക്ച്വൽ വെലോസിറ്റി കൊടുക്കരുത്. അപ്പോൾ ലെറ്റസ് അസ്യൂം ഇങ്ങോട്ട് ഞാൻ പറയാണ്, ഇങ്ങോട്ട് കണ്ടീഷൻ പറയാണ്, പ്രൊവൈഡഡ് velocity of bird is taken as relative velocity of bird with respect to train. മനസ്സിലായോ? relative velocity of bird with respect to train. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സൗകര്യമായി. അപ്പോൾ ടൈം ടേക്കൺ, കാരണം നമ്മുടെ കയ്യിലുള്ള ഇക്വേഷനാണ് വി സി ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എൽ, ലെങ്ത്ത് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ടൈം എന്താ? അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു ലെങ്ത്ത് ഡിവൈഡഡ് ബൈ വി. ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത്ത് എത്രയാണ്? ലെങ്ത്ത് 210 ഡിവൈഡഡ് ബൈ വെലോസിറ്റി. നോക്കൂ, വെലോസിറ്റി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ബേർഡ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 210 ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ബേർഡ് ഓപ്പോസിറ്റ് ഡിറക്ഷനാണ്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 210 ഡിവൈഡഡ് ബൈ 30. നമുക്ക് 0 ക്യാൻസൽ ചെയ്തു. 21ൽ 3 എത്ര ഉണ്ട്? 7. അപ്പോൾ 7 സെക്കൻഡ്സ് ഈസ് ദ റൈറ്റ് ആൻസർ. 7 സെക്കൻഡ്സ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ. 2 trains each 50 meter long traveling in opposite direction with velocity 10 meter per second and 15 meter per second. What is the time of crossing the trains? ക്രോസ് ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ നോക്കൂ, ഇവിടെ ഇത് ട്രെയിന്, ഫസ്റ്റത്തെ ഒരു ട്രെയിൻ, രണ്ടാമത്തെ ട്രെയിൻ നോക്കുക, ഇവിടെ സെയിം ലെങ്ത് ആണ് കേട്ടോ. രണ്ട് ട്രെയിനും സെയിം ലെങ്ത് ആണ്, ശ്രദ്ധിക്കണം. സെയിം ലെങ്ത് 50 മീറ്ററാണ് രണ്ടിൻ്റെയും. ഒരാൾ നോക്കൂ 15 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ്, മറ്റേ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡിലാണ്. 10 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ക്രോസ് ചെയ്യാൻ എത്ര ടൈം എടുക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു ട്രെയിനിൻ്റെയും ഫ്രണ്ടിൽ ആരാണ്ടാവുക? ഡ്രൈവർ, ബാക്കിൽ ഗാർഡ്. ഇവിടെ ഫ്രണ്ടിൽ ഡ്രൈവർ, ബാക്കിൽ ഗാർഡ്. ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഏതെങ്കിലും ഒരു ട്രെയിൻ നമ്മൾ നിർത്തിയിടുക. ഇപ്പോൾ ഇതിന് നമ്മൾ ട്രെയിൻ നമ്മൾക്കൊന്ന് പേരിടാം. അപ്പോൾ ഈ ട്രെയിനിന് ഞാൻ എ എന്ന് പേരിട്ടു. ലെറ്റ് ദിസ് ട്രെയിൻ ബി ബി, എ ബി എന്ന് പേരിട്ടു. അപ്പോൾ ഞാൻ എ എന്ന ട്രെയിനിനെ നിർത്തിയിടാമെന്ന് വിചാരിക്കണം അല്ലേ. അപ്പോൾ എന്നിട്ട് ഇയാളിങ്ങനെ പാസ് ചെയ്താൽ മതിയല്ലോ. എനെ നിർത്തിയിട്ടിട്ട് ബി ഇങ്ങോട്ട് പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നേരത്തെ നമ്മൾ ബേർഡായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. ബേർഡാവുന്ന സമയത്ത് എന്നുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ആ ബേർഡിനെ നമുക്കൊരു പോയിൻ്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ബേർഡിൻ്റെ ഈ ട്രെയിനിൻ്റെ ലെങ്ത്തിനെ മാത്രം നമ്മളിവിടെ പരിഗണിച്ചാൽ മതി. ബേർഡിൻ്റെ ലെങ്ത്ത് നെഗ്ലിജിബിളാണ്. പക്ഷേ ഇവിടെ നോക്കൂ, ഈ ട്രെയിനിൻ്റെ ലെങ്ത്ത് പരിഗണിക്കണം. അതോടൊപ്പം തന്നെ ഈ ട്രെയിനിൻ്റെ ലെങ്ത്തും നെഗ്ലിജിബിൾ അല്ല. അപ്പോൾ ഇതും കൂടി പരിഗണിക്കേണ്ടതുണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ ഇവിടെ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പറയാം, അതായത് ട്രെയിൻ എ ആണ് ഇതെങ്കിൽ ട്രെയിൻ എൻ്റെ ഗാർഡ് ഇവിടെ, ഡ്രൈവർ, ട്രെയിൻ എ. ട്രെയിൻ ബി നോക്കൂ, ഇതിൻ്റെ നേരെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ പാസ് ചെയ്തില്ലല്ലോ. പാസ് ചെയ്യണമെങ്കിൽ ഇത്ര വരണം, അപ്പോഴല്ലേ പാസ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അത് ട്രെയിൻ ബിയുടെ ഗാർഡ് ഇവിടെ, ഡ്രൈവർ ഇവിടെ, എപ്പോഴേ പാസ് ചെയ്യാം. അപ്പോൾ ഈ ഡ്രൈവർ അല്ലെ ട്രെയിൻ ബി എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം? ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം പ്ലസ് ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം, വേണ്ടേ? അതാണ് ഈ നേരത്തെ ക്വസ്റ്റിനും ഈ ക്വസ്റ്റിനും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ഇവിടെ ബേർഡ് ആണെങ്കിൽ ആ ബേർഡിൻ്റെ ലെങ്ത്തിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ട്രെയിൻ ആയതുകൊണ്ട് അതും കൂടെ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ എനെ റെസ്റ്റിലേറ്റ് അസ്യൂം ചെയ്തു. അപ്പോൾ ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ട്രെയിൻ എ മാത്രം എടുത്താൽ പോരാ, ലെങ്ത് ഓഫ് ട്രെയിൻ ബിയും കൂടെ എടുക്കണം, ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ഞാൻ എനെ റെസ്റ്റിലെടുത്ത് അതുകൊണ്ടാണ്. അപ്പോൾ 50 + 50 ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് ഡിറക്ഷനാണ്, രണ്ടും കൂടെ ആഡ് ചെയ്യുക. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഓഫ് 15 + 10, ദാറ്റ് ഈസ് 100 ഡിവൈഡഡ് ബൈ 25 ഈക്വൽ ടു 4 seconds ഈസ് ദ ഫൈനൽ ആൻസർ. 4 സെക്കൻഡ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരാൻ പോവാണ്. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങളെല്ലാവരും അറ്റംപ്റ്റ് ചെയ്യണം. ഇതിൻ്റെ എസ്പെഷ്യലി ഇതിന് ഫസ്റ്റ് പാർട്ടൊന്നും വലിയ പ്രശ്നമില്ല, സെക്കൻഡ് പാർട്ടാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ദെൻ തേർഡ് നിങ്ങൾ നോക്കണം. ഇത് നിർബന്ധമായിട്ട് എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും അറ്റംപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം ഞാനിത് വർക്കൗട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി എന്നുള്ളതും കൂടെ ഞാൻ അനൗൺസ് ചെയ്യുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്ത് കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു.